വിശ്വാസികൾക്കും ഞങ്ങളുടെ ക്രിസ്തീയ അഭിവാദ്യം. ഇന്ന് പകലിൽ ഈ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച് ഞങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന സന്ദേശത്തിന്റെ സൂചന പാട്ടിന്റെ വരികളിലൂടെ, മുൻപറഞ്ഞ വാക്കുകളിലൂടെ നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. ഇന്ന് മനുഷ്യൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിവിധമായ പ്രതിസന്ധികൾ നമുക്ക് ഏവർക്കും പരിചിതമാണ്. പ്രത്യേകാൽ വിദ്യാഭ്യാസപരമായി ഒക്കെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്നൊരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. സാമ്പത്തികമായിട്ടും നാം ഒത്തിരി പുരോഗമനങ്ങൾ നേടുവാൻ ഇടയായി. എന്നാൽ ഇതൊക്കെ സംഭവിക്കുമ്പോൾ തന്നെ ധാർമ്മികമായി വലിയ അധപ്പതനത്തിലൂടെയാണ് നമ്മുടെ ലോകം മുമ്പോട്ട് പോകുന്നത്. എന്തുകൊണ്ട് ഇതൊക്കെയും സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അടിസ്ഥാന കാരണം മനുഷ്യൻ ഈ ചെയ്തു കൂട്ടുന്ന തെറ്റായ പ്രവൃത്തികളാണ്. മദ്യപാനം അല്പ നേരത്തെ സുഖത്തിനു വേണ്ടി, ചില സമയത്തെ സന്തോഷത്തിനു വേണ്ടിയൊക്കെ ആരംഭിച്ച് അതിലും വളരെ മോശമായ ലഹരി പദാർത്ഥങ്ങളിലേക്ക് MDMA പോലുള്ള രാസലഹരി ഉപയോഗിച്ച് മനുഷ്യൻ സ്വയം തകർന്നുകൊണ്ടിരിക്കുന്ന ആ വിപത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ കഴിയാതെ മുമ്പോട്ട് പോകുന്ന പ്രതിസന്ധിയുടെ നാളുകളിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇതിന്റെ അടിസ്ഥാന കാരണം മനുഷ്യന്റെ പാപമാണ്. പാപിയായ മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികൾ ദോഷമുള്ളതാണ്. വിശുദ്ധ തിരുവെടുത്ത് ഇങ്ങനെ പറയുന്നു, മനുഷ്യന്റെ ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷവുമുള്ളത് അത് ആരാഞ്ഞറിയുന്നവനാണ്. ഹൃദയത്തെ പിശാച്, ചിന്മയുടെ മൂർത്തിയായവൻ കൈകാര്യം ചെയ്യുമ്പോൾ അവന്റെ വഴികളിലേക്ക് മനുഷ്യൻ അറിയാതെ തെന്നി നീങ്ങുകയാണ്. നൈമിഷികമായ ജീവിതമാണ്. ആ ജീവിതത്തിന്റെ മൂല്യം വളരെ വിലപ്പെട്ടതാണ്. മുൻപ് പ്രിയ സഹോദരൻ പാടിയ പാട്ടിന്റെ വരികളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. മനുഷ്യ ജീവിതം ക്ഷണികമാണ്. വെള്ളത്തിൽ വെറുമൊരു കുമിള പോലെയാണ്, പെട്ടെന്ന് ഇല്ലാതെ പോകുന്ന ഒന്നാണ്. എന്നാൽ ഇവിടെ ജീവിക്കുന്ന, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന, അക്രമാസക്തരാകുന്ന മനുഷ്യൻ അഹങ്കാരം കൊണ്ട് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അവൻ ഒരു നാളും മരിക്കുമെന്നോ അല്ലെങ്കിൽ ജീവിതത്തിന് മറ്റൊരു തലമുണ്ട് എന്നോ ഒന്നും ചിന്തിക്കുവാൻ കഴിയാത്ത അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിനെല്ലാം മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന തിന്മയുടെ ഘടകമാണ് പിശാച്. അവനെ നാശത്തിലേക്ക് തള്ളിയിടുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയരെ, ജീവിതം വളരെ മൂല്യമുള്ളതാണ്. നമ്മെ ദൈവം സൃഷ്ടിച്ച ഈ ലോകത്തിൽ ചില സമയത്തേക്ക് ആക്കി വച്ചിരിക്കുന്നതിന്റെ പുറകിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശങ്ങളെ തിരിച്ചറിഞ്ഞ് മൂല്യബോധത്തോടെ ജീവിക്കുമ്പോൾ മാത്രമാണ് അവന്റെ ജീവിതം അർത്ഥപൂർണമാകുന്നത്. അല്ല എന്ന് വരികിൽ ജീവിതം നിരർത്ഥകമാണ്. യാതൊരു നിലയിലും പ്രയോജനമില്ലാത്ത നിലയിൽ അവസാനിക്കുവാനായിട്ടിടയാകും. നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയുന്നുണ്ട്, ഇന്നത്തെ ലോകത്തിൽ മോശമായ ജീവിതം നയിച്ച് പിന്നത്തേതിൽ ആത്മഹത്യയിലും അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിൽ തെറ്റായ ജീവിത രീതി കൊണ്ടൊക്കെ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോകുന്ന മനുഷ്യൻ അവന്റെ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ജീവിതത്തിന്റെ മൂല്യത്തെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കുന്നില്ല. ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ സമൂഹത്തിൽ മറ്റുള്ളവരോട് ഇടപെടണം എന്നൊക്കെ ദൈവം മനുഷ്യന് തന്റെ വചനങ്ങളിലൂടെ, വ്യവസ്ഥയിലൂടെ നൽകിയിട്ടുണ്ട്. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യന്റെ ജീവിതം വളരെ അർത്ഥപൂർണമാണ്. വിശുദ്ധ തിരുവെടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തെ ഭയപ്പെട്ടവന്റെ വഴികളിൽ നടക്കുന്ന ഏതു മനുഷ്യനും ഭാഗ്യവാൻ അല്ലെങ്കിൽ അനുഗ്രഹീതനാണ്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കുവാൻ കഴിയുന്നത് അങ്ങനെയാണ്. ദൈവം മനുഷ്യരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് മാത്രമാണ്. വചനം ഇങ്ങനെ പറയുന്നു, എല്ലാറ്റിന്റെയും സാരം കേട്ടുകൊള്ളുക, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്നതാണ് സകല മനുഷ്യർക്കും വേണ്ടിയത്. അപ്പൊ നോക്കുക, സൃഷ്ടാവായ ദൈവത്തെ അറിഞ്ഞ് ആ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് ദൈവത്തിന്റെ ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് ഒരുവൻ ജീവിതം നയിക്കുമ്പോൾ അവന്റെ ജീവിതയാത്ര ശരിയായ ദിശയിലാണ്, കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയാണ്. അല്ലാതെ ജീവിക്കുന്ന മനുഷ്യൻ ഇതൊന്നും അറിയാതെ എങ്ങനെയോ ജീവിച്ച് എങ്ങനെയോ അവസാനിക്കുന്നു.
എന്ത് സംഭവിക്കുമെന്ന് പലപ്പോഴും അറിയുന്നില്ല. ഒടുവിൽ മരണസമയത്ത് അല്ലെങ്കിൽ ജീവിതം അവസാനിക്കുന്ന വേളകളിലൊക്കെ വലിയ നിരാശയോടെ ദുഃഖത്തോടെ മനുഷ്യൻ ആയിത്തീരുന്ന അവസ്ഥകൾ പലപ്പോഴും ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ കടന്നു വരുന്ന പല ചെറുപ്പക്കാരെ ഞങ്ങൾ ഈ ദിവസങ്ങളിൽ കണ്ടുമുട്ടാറുണ്ട്. അവരുടെ എല്ലാം ജീവിതത്തിൽ അവര് ഒരിക്കലും മനഃപൂർവ്വമായിട്ട് അങ്ങനെ വന്നെത്തിയതല്ല. ജീവിത സാഹചര്യങ്ങൾ അവരെ അത്തരം ഇടങ്ങളിൽ കൊണ്ടെത്തിക്കുവാൻ ഇടയായി തീർന്നതാണ്. പിന്നീട് ചിന്തിക്കുമ്പോൾ അവര് ആ വന്നെത്തിയ അനുഭവത്തിൽ നിന്ന് ഏതെങ്കിലും നിലയിൽ രക്ഷപ്രാപിക്കുവാൻ ശ്രമിച്ചിട്ടും രക്ഷപ്രാപിക്കാൻ കഴിയാതെയാണ് ഇത്തരം ഇടങ്ങളിൽ വന്നെത്തുന്നത്. ഒടുവിൽ ചില ആളുകളൊക്കെ അവർ ദൈവത്തെ അറിയുവാനും അവരുടെ ജീവിതം ശരിയായ പാതയിൽ നയിക്കുവാനും ഇടയായി തീർന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. മാത്രമല്ല, ഞങ്ങളോടൊപ്പമുള്ളവരിൽ പലരും അതുപോലെ ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാതെ മുമ്പോട്ട് പോയി മദ്യത്തിനും മയക്കുമരുന്നിനും തെറ്റായ പ്രവൃത്തികൾക്കും അടിമപ്പെട്ട് പിന്നീട് അവിടെ നിന്നെല്ലാം ദൈവത്താൽ രക്ഷപ്രാപിച്ച് വന്നവരാണ്. ഞാൻ പറഞ്ഞതിന്റെ ആശയം, മനുഷ്യന്റെ ജീവിതം ശരിയായ നില നയിക്കുവാൻ, ശരിയായ ലക്ഷ്യത്തിൽ മുൻപോട്ട് പോകുവാൻ അവന് സഹായിക്കുന്നത് ദൈവമാണ്. ദൈവത്തിന് മാത്രമേ അവന് സഹായിക്കുവാൻ, രക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. മനുഷ്യൻ അവന്റെ കർമ്മമാർഗങ്ങൾ കൊണ്ട്, അവൻ കണ്ടുപിടിച്ച ഏതെങ്കിലും നിലയിലുള്ള സംവിധാനങ്ങൾ കൊണ്ട്, രക്ഷാമാർഗങ്ങളിലൂടെ ഒന്നും മനുഷ്യന് രക്ഷപ്രാപിക്കാൻ കഴിയുകയില്ല. മനുഷ്യനെ രക്ഷിപ്പാൻ ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുമ്പ് ഇഹത്തിൽ ദൈവം മനുഷ്യനായി അവതരിച്ചവനാണ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വാർത്തയാണ് ഞങ്ങൾ ഇന്ന് പകലിൽ ഇവിടെ പങ്കുവെക്കുന്നത്. ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള